നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. മണ്ണുത്തിയിൽ നിന്ന് കാണാതായ കുട്ടിയെ 8 മാസത്തിനു ശേഷം കണ്ടെത്തി. വാടാനപ്പള്ളിയിൽ ആയുർവേദ തൈലങ്ങളുടെ മറവിൽ വീട്ടിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന യുവാവിൽ നിന്ന് 21.5 കിലോ കഞ്ചാവും 160 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്ക് ഗർഭാശയ ഗള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷന്റെ ബ്ലോക്ക് തല പരിപാടി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. 2ാം തവണയാണ് രവികൃഷ്ണൻ ജേതാവാകുന്നത്. നേരത്തെ 2022 ജേതാവായത്. ഓട്ടം തുടങ്ങുമ്പോൾ മുമ്പിലായിരുന്ന ബാലുവിനെ രവികൃഷ്ണൻ മറികടക്കുകയായിരുന്നു. ഗോപുരം കടന്ന രവികൃഷ്ണൻ ക്ഷേത്രത്തിനുള്ളിൽ 7 പ്രദക്ഷിണം പൂർത്തിയാക്കി ഗുരുവായൂരപ്പനെ വണങ്ങിയതോടെ ചടങ്ങ് പൂർത്തീകരിച്ചു. വിജയിയായ രവികൃഷ്ണനെ നിറപറ വെച്ച് പാരമ്പര്യ അവകാശി സ്വീകരിച്ചു. 46 വയസ്സുള്ള രവികൃഷ്ണനെ 2003 ജൂൺ 25 പാലക്കാട് തൃത്തല സ്വദേശി ശിവശങ്കരൻ എന്ന ഭക്തനാണ് ഗുരുവായൂരമ്പലത്തിൽ നടയിരുത്തിയത്. ആനയോട്ടത്തിൽ വിജയിയായ രവികൃഷ്ണനെ ക്ഷേത്രത്തിനുള്ളിൽ പ്രത്യേക പരിഗണനയാണ്. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിലെ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് രവികൃഷ്ണനാണ് ഭഗവാന്റെ തങ്കത്തിടമ്പേറ്റുക. മണ്ണുത്തിയിൽ നിന്ന് കാണാതായ കുട്ടിയെ 8 മാസത്തിനു ശേഷം കണ്ടെത്തി. തൃശൂർ സിറ്റി പോലീസ് അന്വേഷണ സംഘം മുളയൻ ബാലസദനത്തിൽ നിന്നും കാണാതായ 16-കാരനെയാണ് 8 മാസത്തിനൊടുവിൽ സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ പി ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണ്ടെത്തിയത്. 2025 ജൂൺ 6-ാം തീയതിയാണ് കുട്ടിയെ കാണാതായത്. പരാതിയെ തുടർന്ന് ആദ്യം മണ്ണുത്തി പോലീസ് അന്വേഷിച്ച കേസ് ഫെബ്രുവരി മുതലാണ് സിറ്റി പോലീസ് ക്രൈംബ്രാഞ്ച് ബ്രാഞ്ചിലേക്കും കൈമാറിയത്. രാജസ്ഥാനിലേക്ക് പോകാൻ ആസൂത്രണം ചെയ്യുന്നതിനിടയിലാണ് അന്വേഷണ സംഘം കുട്ടിയെ കണ്ടെത്തിയത്. കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കി രാമവർമ്മപുരം ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി. വാടാനപ്പള്ളിയിൽ ആയുർവേദ തൈലങ്ങളുടെ മറവിൽ വീട്ടിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന യുവാവിൽ നിന്ന് 21.5 കിലോ കഞ്ചാവും 160 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. പാവറട്ടി മുല്ലശ്ശേരിയിൽ ആയുർവേദ ഫാർമസി നടത്തുന്ന കാക്കശ്ശേരി സ്വദേശി പാമ്പിങ്ങൽ വീട്ടിൽ ലിജിനെയാണ് വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. വാടാനപ്പള്ളി 7-ാം കല്ല് വെസ്റ്റിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് ഇയാൾ. തൃശൂർ റൂറൽ ഡാൻസ് സ്ക്വാഡും വാടാനപ്പള്ളി പോലീസും വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വൻ ലഹരി ശേഖരം പിടികൂടിയത്. വീടുകയറി ആക്രമണം നടത്തിയ കേസിലും തട്ടിപ്പ് കേസിലും പ്രതിയാണ് ലിജ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ 4-ാം വാർഡ് വിൻഷ്വർ നഗറിൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു നിരീക്ഷണ ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് DYSP PK മനോജ് കുമാർ മുഖ്യ അതിഥിയായിരുന്നു. CDS മെമ്പർ ഗീതാഞ്ജലി തിലകൻ, മുൻ പഞ്ചായത്ത് മെമ്പർ JNC റാനിഷ് കെ രാമൻ, ജയരാമൻ അൺഠേഴത്ത്, കുമാരൻ ചക്കാണ്ടൻ, സുബ്രഹ്മണ്യൻ മന്ത്ര, പുഷ്പാങ്കദൻ ഞായക്കാട്ട്, പ്രസാദ് ചോറോട്ടിൽ, ജുനൈദ് മുസ്ലിയാം വീട്ടിൽ, അശോകൻ മാളിയക്കൽ, സതീശൻ NR, ഷൈനി അനിൽകുമാർ, രമണി ചക്കാണ്ടൻ, രാധാ തൃപ്പയാറ്റ്, കാഞ്ചന ചെയിൻ, സെബിയ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ക്യാമറ സ്ഥാപിക്കല് ഇതും നല്ലൊരു മനസ്സിനുടമയുടെ സഹായത്തോടു കൂടി, പേര് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് പല സ്ഥലങ്ങളിലും മാലിന്യമായാലും അതുപോലെ തന്നെ മറ്റ് പല ദുരുപയോഗ സ്ഥലങ്ങളിൽ ഓരോന്നും ചെയ്യുമ്പോഴായാലും നമ്മളെപ്പോഴും പറയാം പഞ്ചായത്തിനോട് ഒരു ക്യാമറ വെക്കണം എന്ന് പറയും. പഞ്ചായത്തിന് എല്ലാ സ്ഥലങ്ങളും തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്ക് ഗർഭാശയ ഗള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷന്റെ ബ്ലോക്ക് തല പരിപാടി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുധീഷ് അയ്യൻ അധ്യക്ഷത വഹിച്ചു. CM നൌഷാദ്, ഷോല മഹേഷ്, MS സുജിത്ത്, റജീന രാജു, സൂപ്രണ്ട് ഡോക്ടർ സുജ KT, HS TP അനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നമ്മുടെ
സ്ത്രീകളിൽ കാണുന്ന ഗുരുതരമായ ഈ ഗർഭാശയ ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള HPV വൈറസിനെതിരെയുള്ള ഈ കുത്തിവയ്പ്പ് അതിനുവേണ്ടി തൃപ്രയാറിന്റെ ഫാഷൻ വിപണിയിലേക്ക് ലിനൻ വസ്ത്രങ്ങളുടെ പുത്തൻ ലോകവുമായി തൃപ്രയാർ ബ്യൂട്ടി സിൽക്സിന്റെ ലിനൻ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രമുഖ വ്യവസായിയും ഇന്ത്യ ആഫ്രിക്ക ഇക്കോവാസ് ട്രേഡ് കമ്മീഷണറുമായ CP സാലിക് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൃപ്രയാർ ബ്യൂട്ടി സിൽക്സിലെ മാനേജിംഗ് പാർട്ട്നേഴ്സ്, ജനറൽ മാനേജർ അബ്ദുള്ള നദ്വി, CEO റാസിഖ് PS, ചെയർമാൻമാരായ മുബാറക് PS, റഫീഖ് PS, ഫിറോസ് PS തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. മുതലേ ഒരുപാട് കാലം മുമ്പ് ചെറുപ്പത്തിൽ തന്നെ കേട്ടും പരിചയമുള്ള പരിചയസമ്പന്നരായ ഒരു ടെക്സ്റ്റൈൽ, അന്ന് ടെക്സ്റ്റൈൽ മാത്രമല്ല, ഇന്നത്തെ റെഡിമെയ്ഡൊക്കെ ഉണ്ടെന്ന്. നെടിയിരിപ്പിൽ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്ര മഹോത്സവം നടന്നു. 5 ആനകൾ അടങ്ങുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ പഞ്ചവാദ്യം, ചെണ്ടമേളം, മേളപ്രമാണി വേലായുധൻ വെങ്കിടങ്ങ് നയിക്കുന്ന മേളത്തിൽ 100-ൽ പരം കലാകാരന്മാർ അണിനിരന്നു. ക്ഷേത്ര സംരക്ഷണ സഭാ പ്രസിഡന്റ് NU ശശിധരൻ, സെക്രട്ടറി NR സിദ്ധൻ, ഖജാഞ്ചി NK രാജൻ, ഉത്സവം ആഘോഷ കമ്മിറ്റി ചെയർമാൻ NK ബീദീഹരൻ, കൺവീനർ NS രമേശ് ബാബു, ഖജാഞ്ചി NK പ്രേമദാസ് എന്നിവർ നേതൃത്വം നൽകി. തണൽ വനിതാ സൗഹൃദ വേദി ഇഫ്താർ സംഗമം നടത്തി. കളമുറി നോബൽ പാലസിൽ നടന്ന ഇഫ്താർ സംഗമം കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കാളമുറി നോബൽ പാലസിൽ നടന്ന ഇഫ്താർ സംഗമം കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തണൽ സൗഹൃദവേദി പ്രസിഡന്റ് ഫാത്തിമ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. കാളമുറി ജുമാ മസ്ജിദ് ഇമാം MI അബ്ദുൽ ജലീൽ റംദാൻ സന്ദേശം നൽകി. സെക്രട്ടറി ഷക്കീല ജമാൽ, കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുരേഷ് കൊച്ചുവീട്ടിൽ, ജമാഅത്തെ ഇസ്ലാമി ഏരിയ കൺവീനർ സുമയ്യ, റിട്ടയേർഡ് AEO KB ബീന, ജാസ്മിൻ സലീം എന്നിവർ സംസാരിച്ചു. സെൽഫ് കൺട്രോൾ, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ സാധ്യമാവുക, അതിനുള്ള ഒരു പരിശീലനമാണ് നോമ്പ് എന്ന് പറയുന്നത്. വെറൊരു പട്ടിണിയല്ല, വെറും പട്ടിണി കൊണ്ട് പ്രയോജനമില്ല. വിൽപ്പനക്കായി സൂക്ഷിച്ചിരുന്ന 20 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി കല്ലൂർ സ്വദേശി അറസ്റ്റിൽ. കല്ലൂർ പാലപ്പുറമ്പത്ത് സ്വദേശി നങ്ങിനി വീട്ടിൽ ജോണിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളിൽ നിന്ന് 1/2 ലിറ്റർ വീതമുള്ള 40 കുപ്പി മദ്യം പിടികൂടി. ഡ്രൈ ഡേയിലും അവധി ദിവസങ്ങളിലും അമിത വിലയ്ക്ക് മദ്യം വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസ് പരിശോധന നടത്തിയത്. എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ KK വത്സന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. കൊടുങ്ങല്ലൂർ ഇടവലങ്ങ് കാരാക്കടപ്പുറത്ത് കടൽപ്പന്നിയുടെ ജഡം കരയ്ക്കടിഞ്ഞു. രാവിലെയാണ് കടൽപ്പന്നിയുടെ ജഡം കണ്ടെത്തിയത്. തിമിംഗലങ്ങളുടെയും ഡോൾഫിനുകളുടെയും ഇനത്തിൽപ്പെട്ട സസ്തനിയാണ്. കടൽപ്പന്നി കറുത്ത നിറമുള്ള ശരീരവും ഇരുണ്ട മുഖവുമാണ് ഇവയ്ക്ക്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആനയോട്ടത്തിൽ കൊമ്പൻ രവികൃഷ്ണൻ ജേതാവായി. മണ്ണുത്തിയിൽ നിന്ന് കാണാതായ കുട്ടിയെ 8 മാസത്തിനു ശേഷം കണ്ടെത്തി. വാടാനപ്പള്ളിയിൽ ആയുർവേദ തൈലങ്ങളുടെ മറവിൽ വീട്ടിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന യുവാവിൽ നിന്ന് 21.5 കിലോ കഞ്ചാവും 160 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്ക് ഗർഭാശയ ഗള ക്യാൻസറിനെതിരെയുള്ള HPV വാക്സിനേഷന്റെ ബ്ലോക്ക് തല പരിപാടി തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.